ഈ പ്രോഫിറ്റ് ഇല്ലാത്ത പ്രൊഡക്റ്റ് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ആൾക്കാർ ചൂസ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡാണ്. ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഓരോ പ്രൊഡക്റ്റിന്റെ അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാണും. അപ്പോൾ ഇവരിത് സോഴ്സ് ചെയ്തിട്ട് വിൽക്കാനായിട്ട് ശ്രമിക്കും. നമ്മളെ ഇത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് നൂറുകണക്കിന് സെല്ലേഴ്സ് സെയിം പ്രൊഡക്റ്റ് തന്നെ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിനോ അല്ലെങ്കിൽ ഷോപ്പിൽ ഏത് രീതിയിലും വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നീട് നടക്കുന്ന ഇവർ തമ്മിലുള്ള ഒരു പ്രൈസ് വാറാണ്. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും തന്നെ സെയിൽ വേണമല്ലോ. അപ്പോൾ ലാസ്റ്റ് പ്രൈസ് കുറച്ച് കുറച്ച് വിറ്റ് ഓരോരുത്തർ ഇപ്പോൾ ഒരു 499 രൂപയ്ക്ക് ഒരാളൊരു പ്രൊഡക്റ്റ് കൊണ്ട് ആ ഫസ്റ്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് വരുന്ന ആൾക്കാർക്ക് ഈ പ്രോഫിറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 450 രൂപ 99 രൂപയ്ക്ക് ഓൾറെഡി ആ സാധനം മാർക്കറ്റിലുണ്ട്. പിന്നെ ആ സെയിം പ്രൊഡക്റ്റ് എന്ത് ചെയ്യില്ല, ആൾക്കാർ അതേ റേറ്റിന് തന്നെ ഓൾറെഡി അയാൾക്ക് റിവ്യൂ റേറ്റിംഗ് ഒക്കെ ഉണ്ടാവും, നല്ല പ്രൈസിങ് വേണം. അപ്പോൾ അവിടുന്ന് മേടിക്കും. പിന്നീട് വരുന്ന ആൾക്ക് സെയിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, റേറ്റ് കുറയ്ക്കണം. എന്നാൽ മാത്രമേ അവൻ അടുത്ത ആൾക്ക് സെയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ പ്രൈസ് കുറച്ച് കുറച്ച് വന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ലാസ്റ്റ് വരുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പ്രോഫിറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ലോസിലായിരിക്കും ഈ സാധനം സോഴ്സ് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇത് പ്രശ്നം പരിഹരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നല്ലൊരു പ്രോഡക്റ്റ് നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മൾ മാർക്കറ്റിൽ ട്രെൻഡ് കൊണ്ടുവരിക. അല്ലാതെ ഓൾറെഡി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ പുറകിൽ വെറുതെ പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമ്പോൾ പറ്റും. ജസ്റ്റ് ഒന്ന് ആമസോണിൽ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഒരേ പ്രൊഡക്റ്റ് തന്നെ ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ പ്രൈസിങ്ങും നല്ലതാണ്. ആ പ്രൈസിങ്ങിന്റെ നല്ല രീതിയിൽ കുറച്ചിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം അത് സോഴ്സ് ചെയ്ത് വിൽക്കുക. അല്ലാണ്ട് വെറുതെ അതിന്റെ പുറകെ പോയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.